അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 21-ാമത്തെ ജുസ്. ഈ സൂറത്തിൽ അങ്കബൂത്തിൽ നിന്നുള്ള 2.5-3 പേജ്. സൂറത്തുർ റൂം, സജദ, ലുഖ്മാൻ, സജദ, അഹ്സാബിലെ 4 പേജ്. അതായത് അങ്കബൂത്തിൻ്റെ അവസാന ഭാഗം, റൂം, ലുഖ്മാൻ, സജദ, അഹ്സാബിലെ 4 പേജാണ് ഈ ജുസ്ഇലുള്ളത്. അപ്പോൾ ഈ അങ്കബൂത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞല്ലോ, നുബൂവത്തുമായി ബന്ധപ്പെട്ട തൗഹീദ്, നുബൂവത്ത്, ആഖിറത്ത്, ഇത് മക്കി സൂറത്തുകളിൽ വരും. അപ്പോൾ ഇവിടെ പരാമർശിക്കുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്, തങ്ങൾ നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പ്, പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് എന്തെങ്കിലും വായിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് സംശയിക്കാമായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു സാഹിത്യ സംഭവം ഖുർആൻ ഇവരുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ, നേരത്തെ കുറച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട്, കുറച്ച് കഥകൾ പറഞ്ഞിട്ടുണ്ട്, നല്ല ഭാഷയിൽ എഴുത്തുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് സംശയിക്കായിരുന്നു ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാഗത്താണെന്നുള്ളത്. അപ്പോൾ ഭാഷാപരമായ അമാനുഷികതയുടെ കാര്യം ഇവിടെ പരാമർശിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളൊരു ചെറിയ കട നടത്തി പിന്നെ വന്നൊരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഇന്നലെ വരെ കൂലിപ്പണി എടുത്ത ഒരാൾ ഇന്നൊരു ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനം ചെയ്യുമ്പം ഇത് ഇദ്ദേഹത്തിൻ്റെതല്ല, ആരുടെയോ ബിനാമിയാണെന്നർത്ഥം. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായനയും അറിയുകയില്ല എന്നുള്ള കാര്യം അറബികൾക്കറിയാം. അവർ കൂടെ ജീവിച്ചതാണ്. തങ്ങൾക്കത് ആദ്യമേ കാണിക്കാമല്ലോ, 10 വയസ്സിലും 15 വയസ്സിലൊക്കെ ആ എഴുത്തും അതിൻ്റെ പാഠവും കാര്യങ്ങളൊക്കെ കാണിക്കാമല്ലോ. അപ്പോൾ 40 വർഷം വരെ ഒരു സംഗതിയും ചെയ്യാതെ, ഒരു പുസ്തകം വായിക്കാതെ, ഒന്നും എഴുതാതെ തങ്ങൾ ഈ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് പറയുമ്പം, അവർ കോതി കേൾപ്പിച്ചു എന്ന് പറയുമ്പം, അത് തങ്ങളുടെ ഭാഗത്തു നിന്നല്ല, മറിച്ച് അള്ളാഹുവിൻ്റേതാണെന്ന് ആ ഭാഷ ചിന്തിക്കുന്ന അന്നത്തെ ആളുകൾക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു കാര്യം ഇവിടെ പരാമർശിക്കുന്ന നബിയെ, വമാ കുൻത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദല്ലർതാബൽ മുബ്തിലൂൻ. തങ്ങൾ നേരത്തെ അങ്ങനെ ഒരു എഴുത്തോ അല്ലെങ്കിൽ വായനയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയും ചെയ്യാത്തത് കൊണ്ട് അവർക്ക് സംശയിക്കേണ്ട കാര്യമില്ല. ഇവിടെ നബിതങ്ങൾ അറിയുന്ന ആളുകളെക്കുറിച്ച് പറയാണ്. അടുത്ത സംഗതി, ഹിജറയുമായി ബന്ധപ്പെട്ട പരാമർശം ഇവിടെ കാണാം. ഹിജറയ്ക്ക് അതിന് മനഃശാസ്ത്രപരമായ പ്രേരണ നൽകുന്ന സംഗതി. അപ്പോൾ എന്താ പറയുന്നത്? ഉയർന്ന് ചിന്തിക്കാൻ ആവശ്യപ്പെടാണ്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞു അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ്. അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണെന്ന് പറയുമ്പം എവിടെയെങ്കിലും നിങ്ങൾ കുടുങ്ങിപ്പോയി ചെറുതായി ചിന്തിക്കരുതെന്നർത്ഥം. മക്കയിലാണ് ഞങ്ങളുടെ ഉപജീവനം, മക്കയിലാണ് എല്ലാ സംവിധാനങ്ങളും ഉള്ളത്, ഞങ്ങളെങ്ങനെ മദീനയിലേക്ക് പോകും, മദീനയിലേക്ക് എത്തിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പം അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ്, എത്ര ജീവജാലങ്ങളുണ്ട്, അതൊന്നും അവരുടെ ഉപജീവനം എടുത്തുകൊണ്ടല്ലല്ലോ യാത്ര ചെയ്യുന്നത്. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹ വഇയ്യാകും. അതിനും നിങ്ങൾക്കും ഉപജീവനം തരുന്നവൻ അള്ളാഹുവാണ്. മക്കത്ത് ഇത് ചെയ്ത റബ്ബ് ഈമാനിന് വേണ്ടി, ദീനിന് വേണ്ടി നിങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്താൽ അവിടെയും സൗകര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിനെ മനഃശാസ്ത്രപരമായി പ്രേരിപ്പിക്കുമ്പോൾ പറഞ്ഞ സംഗതി അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ് എന്നുള്ള സംഗതിയാണ്. അപ്പം ഇത് നമ്മൾ പല സ്ഥലത്തും നമുക്കിത് ആവശ്യമായിട്ട് വരും. വെറും ഹിജറയുടെ കാര്യം മാത്രമല്ല അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ്. അപ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ട്, എല്ലാവരും കാണുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ അത് ഓർമ്മിപ്പിക്കുന്നത്? ഉയർന്ന് ചിന്തിക്കാൻ. അപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഉദാഹരണത്തിന് ഭാര്യ ഭർത്താവിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ദീനപരമായ പ്രയാസങ്ങളുണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ ഇസ്സത്തുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളുണ്ടെന്ന് കരുതുക. അപ്പോൾ ഒരു പരിധിവരെ മനുഷ്യൻ ക്ഷമിക്കും, എല്ലാവരുടെയും ഗുണത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ ഗുണത്തിന് വേണ്ടി. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ശക്തനായ ആൾ ചെയ്യുമ്പോഴാണ് അതിന് വില ഉണ്ടാവുക. ഒരാൾക്കൊരു 10 അടി കിട്ടി, തിരിച്ചടിക്കാൻ പരമാവധി നോക്കിയിട്ട് കഴിയാത്തപ്പം എല്ലാ വഴിയും നോക്കിയിട്ട് അദ്ദേഹം പറയാണ് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. തിരിച്ചു കൊടുക്കാൻ അറിയുന്ന ഒരാൾ പറയുമ്പോൾ അതിന് അർത്ഥമുള്ളൂ, ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്ന വാക്കിന് അർത്ഥമുള്ളൂ. അപ്പോൾ അതേപോലെ കുടുംബത്തിന് വേണ്ടി ക്ഷമിച്ചു, സഹിച്ചു, ഓക്കെ, ഒരു പരിധി വരെ. ഇനി ഒന്നുകിൽ താമസം മാറണം, അല്ലെങ്കിൽ സൗകര്യം വേണം, അത് അവകാശമാണ് അവരുടേത്, അത് ചോദിക്കുന്ന കാര്യത്തിൽ. ഇനിയല്ല, ഒരു സ്ഥാപനത്തിലെ ജോലി ഒഴിവാക്കി പുതിയൊരു സംരംഭം തുടങ്ങണം, അല്ലെങ്കിൽ പുതിയൊരു കാര്യം ആലോചിക്കണം. അവിടെയൊക്കെ ഈ ബലഹീനത കൊണ്ട് ഞാനിനി എവിടെ പോയി ജീവിക്കും, എനിക്ക് തന്നെ എന്താണ് മുമ്പിലുള്ളത്, അങ്ങനെ മനുഷ്യൻ ചിന്തിക്കരുത്. മറിച്ച് ന്യായമായിട്ട് ദീനിന് വേണ്ടി, ഈമാനിന് വേണ്ടി, അഭിമാനത്തിന് വേണ്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പം അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണെന്ന് മനസ്സിലാക്കണം. ഈ സൗകര്യങ്ങൾ ചെയ്തു തന്ന റബ്ബ് ഇനിയും ചെയ്തു തരാൻ കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കണം. ഈ ചിന്താഗതി നമ്മളിൽ ഉണ്ടാകണം. അത് ഭൂമി വിശാലമാണ് എന്ന് നിങ്ങൾ കാണുന്നില്ല എന്ന ചോദ്യം ആ ഉയർന്ന് ചിന്തിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നുണ്ട്. ശേഷം സൂറത്തുർ റൂമാണ്. സൂറത്തുർ റൂമിൻ്റെ ആരംഭത്തിലുള്ള ആയത്ത് പ്രത്യേകം ഓർമ്മിക്കണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഊലിബത്തി റോം ഫി അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോം പരാജയപ്പെട്ടു. റോം പരാജയപ്പെട്ടത് പേർഷ്യയോടാണ്. ഈ റോമും പേർഷ്യയും 2 സാമ്രാജ്യങ്ങളാണ്, വലിയ സാമ്രാജ്യങ്ങളാണ്, ചെറിയ നാട്ടുരാജ്യമല്ല, മറിച്ച് ഒരുപാട് നാട്ടുരാജ്യങ്ങളും എല്ലാം ചേർന്നുള്ള
വലിയ സാമ്രാജ്യം, അത് വലിയൊരു സാമ്രാജ്യം ഭരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലെ ഭരണാധികാരികൾ ചെറിയ ചെറിയ പ്രവിശ്യകളിൽ കഴിയാണ്. അപ്പോൾ ഇവർ തമ്മിലൊരു ഏറ്റുമുട്ടൽ നടന്നു. അപ്പോൾ ദീനിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമേ അല്ല. എന്നാൽ മുശ്രിക്കുകൾ പറയാണ്, പേർഷ്യ ജയിച്ചത് കണ്ടില്ലേ, ഇതേപോലെ ഞങ്ങൾ മുഹമ്മദ് നബിയെ പരാജയപ്പെടുത്തും. അപ്പോൾ ഇതേപോലെ എന്ന് പറയാൻ കാരണം എന്താ, പേർഷ്യക്കാർ അഗ്നി ആരാധകരും റോമക്കാർ വേദക്കാരുമാണ്. അപ്പോൾ ഒരു സാദൃശ്യവും സാമ്യമുള്ളത് റോമക്കാർക്ക് മുസ്ലിമീങ്ങളുമായിട്ടും പേർഷ്യക്കാർക്ക് ബഹുദൈവ ആരാധകരുമായിട്ടാണ്. അപ്പോൾ ഇവിടെ അവർ ജയിച്ചപ്പം ഞങ്ങൾ ഇതേപോലെ മുസ്ലിമീങ്ങളെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പം ഖുർആൻ അല്ലാഹു തആല ആയത്തിറക്കാണ്, റോം പരാജയപ്പെട്ടു, പക്ഷേ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ കടുത്ത പരാജയത്തിന് ശേഷം അവർ തിരിച്ചു വരും, അന്ന് മുസ്ലിമീങ്ങൾ സന്തോഷിക്കും. അപ്പോൾ അന്ന് മുസ്ലിമീങ്ങൾക്ക് അവർക്ക് വേറെയും വിജയങ്ങൾ കൊണ്ടും മറ്റും സന്തോഷിച്ചു. അതിനോടൊപ്പം റോമിൻ്റെ ഈ തിരിച്ചുവരവ് മുസ്ലിമീങ്ങൾക്ക് വലിയ സന്തോഷത്തിന് കാരണമായി. കാരണം മുശ്രിക്കുകൾ അതിനെ വിഷയമാക്കിയത് കൊണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേൽ, അമേരിക്ക ഇറാൻ ആക്രമിക്കുകയാണ്. അവർ രാഷ്ട്രീയ യുദ്ധമാണോ മതപരമായ യുദ്ധമാണോ വിശ്വാസത്തിൻ്റെ പേരിലാണോ എന്നുള്ളതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും അവർ ആക്രമിക്കുന്നു. അപ്പോൾ ഇവിടെ ഇസ്ലാമിൻ്റെ പല ശത്രുക്കളും ഇറാനെ ഇസ്ലാമിൻ്റെ പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പം പേർഷ്യ റോമോ ഏതുപോലെ ആവട്ടെ എന്താണെങ്കിലും മുസ്ലിമീങ്ങൾക്ക് അടികിട്ടുന്നതായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ അവർ ഇസ്ലാമിനെതിരെയായിട്ടാണ് ആ വിജയത്തെ ആഘോഷിക്കുന്നത്. എന്ന് മാത്രമല്ല, അതിന് പുറമെ ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളാണ് ഈ സിയോണിസ്റ്റുകൾ. ഇപ്പോൾ ലൈവായിട്ട് അവർ 10,000-കണക്കിന് ആളുകളെ കൊന്നു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഒരു വ്യക്തി ഇറാൻ അവരെ തിരിച്ചടിക്കുമ്പം, ഇറാൻ ഇസ്രായേലിനെ കനത്ത പ്രഹരം ഏൽപ്പിക്കുമ്പം അതിൽ സന്തോഷിക്കുകയാണെങ്കിൽ അതിന് സാദൃശ്യമാകുന്ന സംഭവം ഇവിടെ ഉണ്ട്. റോം ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ട് പോലും നാളെ അവരുമായിട്ട് പല ഏറ്റുമുട്ടലും ഉണ്ടാകുമെന്നിരിക്കെ അങ്ങനെയൊക്കെ ആയിട്ട് പോലും പേർഷ്യക്കാരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവർ അഗ്നി ആരാധകരാണ്, അവർ വിജയിച്ചതുപോലെ ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞ് അവരുടെ പക്ഷം ഇവർ ഈ മക്കയിലെ മുശ്രിക്കുകൾ പിടിച്ചപ്പം ഇസ്ലാമിൻ്റെ അന്നത്തെ ശത്രുക്കൾ ആ ഭാഗത്ത് നിന്നപ്പം റോമിൻ്റെ വിജയത്തിൽ മുസ്ലിമീങ്ങൾ സന്തോഷിച്ചു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ യുദ്ധകാര്യങ്ങളിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഷിയാക്കളിൽ എല്ലാവരും അമുസ്ലിമീങ്ങളെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. സെയ്ദികൾ മുതൽ അഹ്ലുസുന്നയോട് വളരെ അടുത്ത് നിൽക്കുന്ന സെയ്ദികൾ മുതൽ അങ്ങേയറ്റത്തുള്ള അലി റളിയല്ലാഹു അൻഹു ദിവ്യത്വം കൽപ്പിക്കുന്ന വിഭാഗക്കാർ വരെ അവരിലുണ്ട്. രാഷ്ട്രീയമായ മോശമായ അജണ്ടകൾ ഉള്ളവരും ഇല്ലാത്തവരും അവരുടെ വിഭാഗങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്താണെങ്കിലും അവരെ മുസ്ലിമീങ്ങളായി മനസ്സിലാക്കി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രതിനിധികളായി കണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുക്കൾ അവരെ ആക്രമിക്കുമ്പോൾ ഇവരവരെ തിരിച്ചടിക്കുന്നതിൽ ഈ അർത്ഥത്തിൽ റോമിൻ്റെ വിജയത്തിൽ സന്തോഷിച്ചതുപോലെ ഇനിയിപ്പം എന്തെങ്കിലും ഇസ്ലാമിൻ്റെ ശത്രുതയുള്ള ഇവരുടെ ഭാഗത്തുണ്ടെന്ന് കരുതാം, അവർക്കും തിരിച്ചടി കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 അക്രമികൾക്കും കിട്ടിയെന്നർത്ഥം, അല്ലെങ്കിൽ ഒരു വലിയ അക്രമിക്ക് കിട്ടിയെന്നർത്ഥം. എന്താണെങ്കിലും ആ തരത്തിൽ മുസ്ലിമീങ്ങൾ വിലയിരുത്തുന്നതിൽ ഈ ഒലിബത്തി റൂം എന്ന ആയത്തിനോട് അതിന് സാദൃശ്യമുണ്ട്, സാമ്യമുണ്ട്. പിന്നെ സൂറത്ത് റൂമിൽ പറയുന്ന വേറൊരു സംഗതി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ സൃഷ്ടിപ്പ്, അതുപോലെ ദാമ്പത്യ ജീവിതം. നിങ്ങൾ തന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു, ലിതസ്കുനു ഇലൈഹ, അവരിലേക്ക് സമാധാനം കണ്ടെത്താൻ. ഇപ്പം സക്കന എന്നുള്ള വാക്ക് സക്കന ഫി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് താമസിക്കുന്നതിനാ പറയാം. സക്കന ഇല എന്ന് പറയുമ്പോൾ മനസ്സിന് സമാധാനം കിട്ടുന്നതിനാ പറയാം. അപ്പോൾ മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിലായിരിക്കണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പെരുമാറ്റം. കുറച്ചൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പരസ്പരം സമാശ്വസിപ്പിക്കുന്ന രീതിയിൽ, പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ, കുറ്റപ്പെടുത്താത്ത രീതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും സമാധാനമുള്ള ജീവിതമാണ് ഭാര്യ ഭർത്താക്കന്മാരുടേത്. എന്നാൽ സംസാരം മോശമായി കഴിഞ്ഞാൽ, എപ്പോഴും കുറ്റങ്ങളും കുത്തുവാക്കളും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ലഹളപ്പൊരയായിട്ടും ഈ പറയുന്ന വീടുകൾ മാറിത്തരും. അപ്പം അല്ലാഹു തആല സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് പരസ്പരം സ്നേഹവും കാരുണ്യവും തന്നിട്ടുള്ളത്. അതിന് അനാവശ്യ വാക്കുകളിലൂടെ പാഴാക്കാതിരിക്കണം. ഇവിടെ മവദ്ദത്ത് റഹ്മത്ത് എന്ന അപാരമായ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സ്നേഹവും കാരുണ്യവും. എല്ലാം ഉള്ളപ്പോൾ സ്നേഹമുണ്ട്, അതുപോലെ തന്നെ ഒന്നും ഇല്ലാത്തപ്പം കാരുണ്യമുണ്ട്. രണ്ടും കൂടെ വർക്കൗട്ടാകുന്ന സമയങ്ങളുണ്ട്. രണ്ടും പറഞ്ഞു, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആ ബന്ധം അല്ലാഹു തആല നിലനിർത്തുകയാണ്. അതുപോലെ സൂറത്ത് റൂമിൽ മറ്റു ദൃഷ്ടാന്തങ്ങൾ, നിങ്ങളുടെ നിറങ്ങളിൽ എന്തൊരു വ്യത്യാസമാണ്. പഴവർഗ്ഗങ്ങളിൽ പല നിറവ്യത്യാസങ്ങളുള്ളതുപോലെ മനുഷ്യരിലും പല നിറവ്യത്യാസങ്ങളും, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഭാഷാ വൈവിധ്യങ്ങൾ. ഒരു ഭാഷയിൽ തന്നെ പല ആക്സെൻറ്റുകൾ, സ്ലാങ്ങുകൾ, പല പല ഭാഷകൾ, കുറച്ച് ദൂരത്തേക്ക് പോകുമ്പോൾ വേറെ ഭാഷ. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ശേഷം സൂറത്തുൽ ലുഖ്മാൻ ഏകദേശം 4 പേജാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ലുഖ്മാൻ അലൈഹിസ്സലാം, അദ്ദേഹം വലിയായിരിക്കാം, നബിയായിരിക്കാം, അദ്ദേഹം മകന് നൽകിയ ഉപദേശം ഒന്ന് തൗഹീദാണ്, ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷേ അവിടെ ഒരിക്കലും ഈമാൻ സമ്പൂർണ്ണമാകുന്നില്ല. സമ്പൂർണ്ണമായ ഈമാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്. അപ്പോഴാണ് അമലുകൾക്ക് പ്രേരണ ഉണ്ടാകുന്നത്. അപ്പം സമ്പൂർണ്ണമായ ഈമാൻ പഠിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ ഇബാദത്ത്, ദഅവത്ത്, സൽസ്വഭാവം,
ഇത് നമ്മളുടെ കുട്ടികളുടെ തർബിയത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. ശരിയായ തൗഹീദ്, ഷിർക്കുപരമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പഠിപ്പിക്കണം. സമ്പൂർണ്ണമായ ഈമാൻ പഠിപ്പിക്കണം. അപ്പോഴാണ് തൗഹീദ് മധുരമുള്ളതാകുന്നത്. അവർക്ക് ഇബാദത്ത്, നമസ്കാരമടക്കമുള്ള ഇബാദത്തുകൾ പഠിപ്പിക്കണം. ദഅവത്ത്, സൽ സ്വഭാവം. ഇതാണ് സൂറത്തുൽ ലുഖ്മാനിൽ മക്കൾക്ക് നൽകാൻ അല്ലാഹു തആല മാതൃകയാക്കിയിട്ടുള്ള തർബിയത്തിൻ്റെ അതിൻ്റെ ചെറിയൊരു വിവരണം. ശേഷം സൂറത്തു സജദ, ദിവസേന രാത്രി ഓതൽ പ്രധാനപ്പെട്ട സുന്നത്താണ് സൂറത്തു സജദ. വെറും 3 പേജാണ്. കുറച്ച് ദിവസങ്ങളൊക്കെ നോക്കി ഓതിയാൽ തന്നെ അത് കാണാപ്പാഠം പഠിക്കാനേ ഉള്ളൂ. നിർബന്ധമായിട്ട് നമുക്ക് ഹിഫ്ള് ഉണ്ടായിരിക്കണം. കാരണം എല്ലാ സമയത്തും ഖുർആൻ എടുത്ത് ഓതാൻ കഴിയില്ലല്ലോ. മഗ്‌രിബിന് ശേഷം ഓതൽ പ്രധാനപ്പെട്ട സുന്നത്താണ് സൂറത്തു സജദ. വെള്ളിയാഴ്ച ദിവസത്തെ സുബഹിയിലെ ആദ്യത്തെ റക്അത്തിലും ഓതൽ സുന്നത്താണ്. അപ്പം ദിവസേന ഓതാൻ പറഞ്ഞതുകൊണ്ട് ഉറപ്പായിട്ടും വലിയ അർത്ഥവ്യാപ്തി അതിൻ്റെ പല വിഷയങ്ങൾക്കും ഉണ്ടെന്നർത്ഥം. അക്രമികളുടെ പരലോകത്തെ ഭയാനകമായ രംഗം അതിൽ വിവരിക്കുന്നുണ്ട്. തല കുനിച്ചുകൊണ്ട് അവർ നിൽക്കും, എന്നിട്ട് മടങ്ങി വരണം എന്ന് ആഗ്രഹിക്കും. അപ്പോൾ ഇതിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ശരിയായിട്ട് പരലോക ചിന്ത ഉണ്ടാകും. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ പരലോകത്തെ ഈ ഒരു ഭയാനകമായ രംഗം. വലൗ തറ ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, റബ്ബെ ഞങ്ങളെല്ലാം കണ്ടു ഒന്ന് മടക്കി തരണമെന്ന് അവർ ആവശ്യപ്പെടും. അതുപോലെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അതിൽ വിശ്വസിക്കുകയും സുജൂദിലായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ അടിമകൾ എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ തിലാവത്തിൻ്റെ സുജൂദുണ്ട്. ശേഷം തഹജുദിൻ്റെ മഹത്വം പറയുന്നുണ്ട്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ, അവർക്ക് അള്ളാഹു ചെയ്തിരിക്കുന്ന തയ്യാർ ചെയ്തിരിക്കുന്ന പ്രതിഫലം ഒരാൾക്കും അറിയുകയില്ല. കൺ കുളിർമയാകുന്ന വലിയ പ്രതിഫലം അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പം ഇഷാ മുതൽ സുബഹി വരെ രാത്രി നമസ്കാരത്തിൻ്റെ സമയമാണ്. അതിനെ പേര് വരുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ പ്രതിഫലം കിട്ടുന്നതിൻ്റെ ഘടകങ്ങളുണ്ട്. ദൈർഘ്യത്തിനും സൗന്ദര്യത്തിനും രാത്രിയുടെ അവസാന സമയത്തിലേക്ക് അടുപ്പിക്കുമ്പോഴൊക്കെയാണ് പ്രതിഫലം കൂടുക. വിശദമായിട്ടുള്ള ക്ലാസ് ഉണ്ട്, ഇൻഷാ അല്ലാഹ് അത് പഠിക്കാൻ പറ്റും. അപ്പം രാത്രി നമസ്കാരം, ഇതിൻ്റെ പ്രതിഫലം ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ, അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചത് എന്താണെന്ന് ഒരാൾക്കും അറിയില്ലെന്ന് പറഞ്ഞാൽ വമ്പിച്ച സമ്മാനം. സ്വപ്നം പോലും കാണാൻ കഴിയാത്ത, 100 വട്ടം സ്വപ്നം കണ്ടാൽ അതിൻ്റെ തുടക്കത്തിലേക്ക് പോലും എത്തിച്ചേരാൻ പറ്റാത്ത പ്രതിഫലം ഉണ്ടെന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം രാത്രി നമസ്കാരത്തിൽ നമ്മൾ കൈകെട്ടാൻ. തതജാഫ ജുനൂബുഹും അനിൽ മലാജി എന്ന് തുടങ്ങുന്ന ആയത്ത്. ശേഷം അല്ലാഹു തആല പറയാണ് മൂസാ നബി അലൈഹി സ്വലാമിന് ഗ്രന്ഥം നൽകിയതും അതുപോലെ തന്നെ ആ ഉമ്മത്തിലുള്ള ആലിമീങ്ങളുടെ അല്ലെങ്കിൽ നബിമാരുടെ അവസ്ഥ അല്ലാഹു പറയാണ്. വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു, നമ്മുടെ കൽപ്പന പ്രകാരം ജനങ്ങളെ ഹിദായത്തിലേക്ക് നയിക്കുന്നവരെ നാം തയ്യാറാക്കി. ലമ്മാ സബറു, അവർ ക്ഷമ അവലംബിച്ചപ്പോൾ, അവർ ത്യാഗത്തിന് തയ്യാറായപ്പോൾ. അപ്പോൾ ക്ഷമയുടെ പല മർഹലകൾ കഴിഞ്ഞ് വരുമ്പോഴാണ് അല്ലാഹു തആല ഒരാളെ ഒരു ഇമാമായിട്ട്, ദീനിലെ നേതാവായിട്ട് അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്നത്. ആ ഘട്ടം വരെ ക്ഷമിക്കാനുള്ള ആ ശക്തി ഉണ്ടായിരിക്കണം, ആ ഘട്ടത്തിലേക്ക് എത്തിച്ചേരണം. അടുത്തത് സൂറത്തുൽ അഹ്സാബാണ്. അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികളെന്നർത്ഥം. മദീനയെ ആക്രമിക്കാൻ വേണ്ടി ഖുറൈശികൾ കുറേ ഗോത്രക്കാരെയൊക്കെ കൂട്ടി സംഘടിപ്പിച്ച് വലിയൊരു ശക്തിയായിട്ട് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് കൂടിയാലോചിച്ചപ്പോൾ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു ഏർപ്പാടുണ്ട്, ഞങ്ങൾ നാടിന് ചുറ്റും ഒരു കിടങ്ങുണ്ടാക്കും. കിടങ്ങ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഭാഗത്തൊക്കെ ചില സ്ഥലത്ത് മതിലിന് കിടങ്ങെന്ന് പറയും. ആ അർത്ഥത്തിലല്ല, വലിയൊരു കുഴി ഉണ്ടാക്കും, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിലാക്കും. അപ്പോൾ 10 പേര് ചേർന്ന് 40 മുഴാണ് കുഴിച്ചത്. 10 പേര് ചേർന്ന് 40 മുഴം വയറ്റിൽ കല്ല് വെച്ച് കെട്ടി കവിതകളൊക്കെ ആലപിച്ചു കൊണ്ടാണ് സഹാബികൾ ഖന്തക്കിൻ്റെ കുഴി ഉണ്ടാക്കിയത്. വൈകാരികമായ നിമിഷങ്ങളായിരുന്നു. നബിതങ്ങൾ വലിയ വലിയ വിജയങ്ങളെപ്പറ്റി സന്തോഷ വാർത്ത അറിയിച്ചു. 6 ആളുടെ ഭക്ഷണം 1500 പേർക്ക് മതിയാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ വലിയ വലിയ സഹായങ്ങൾ വന്ന സമയമാണ്. പക്ഷെ അതിലുണ്ടായ പ്രധാനപ്പെട്ട 2 കാര്യം. ഒന്ന്, ഈ കിടങ്ങ് കുഴിക്കുമ്പം ഇവർ ഈ കുഴിയിലൂടെ വരുന്നത് തടയാൻ ഇപ്പുറത്ത് അമ്പുമായിട്ട് നിൽക്കണം. ഇവർക്ക് വരാൻ സാധിക്കില്ല, കാരണം പ്രയാസമാണ് അത് കയറി വരാൻ. ആ രീതിയിലുള്ള കുഴിയാണ് എടുത്തത്. രണ്ടാമത്തെ സംഗതി, ഒപ്പം ജൂതഗോത്രങ്ങളെ കൂടെ നിർത്തിയിട്ടാണ് ആ കുഴി തയ്യാറാക്കിയത്, ആ കിടങ്ങ് തയ്യാറാക്കിയത്. അപ്പോൾ അവരുള്ളിലാണുള്ളത്. ഇവരുള്ളിൽ നിന്നും കാപട്യം കാണിക്കാൻ തുടങ്ങി. മുശ്രിക്കുകൾക്ക് രഹസ്യമായ എഴുത്തുകൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ സഹാബികൾക്ക് 2 പ്രയാസം. ഒന്ന്, ഇവരെ നേരിടണം. രണ്ടാമത്തേത്, വീട്ടിലാളില്ല. ആ സമയത്ത് ഇവരെന്തെങ്കിലും അപായങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതും കൂടെ ഇവർക്ക് കരുതിയിരിക്കണം. അഹ്സാബിന് ശേഷം ഈ ഗോത്രങ്ങൾക്കെതിരെ കടുത്ത നടപടി എടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ എന്താണെങ്കിലും ഈ സമയത്തുള്ള സാഹചര്യം അല്ലാഹു പറയാണ്, നിങ്ങളുടെ ഹൃദയങ്ങൾ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലെത്തിപ്പോയി, ഹൃദയം പുറത്തു ചാടിയതുപോലെ സഹാബികൾക്ക് തോന്നിപ്പോയി. ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ഷദീദ, കഠിനമായ രീതിയിൽ മുഅ്മിനീങ്ങളെ വിറപ്പിക്കപ്പെട്ടു. ശേഷം അല്ലാഹു തആല സഹായം നൽകി. അന്ന് മുനാഫികൾ പറഞ്ഞു, ഇന്ന ബുയൂതന ഔറ, ഞങ്ങളുടെ വീട്ടിൽ ആളില്ല. അപ്പോൾ അവരെയും സഹിക്കണം. അവർ വീട്ടിൽ ആളില്ലെന്നുണ്ട് മാറി നിൽക്കുകയാണ്. ജൂതന്മാർ പ്രയാസം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. കുഴിയിലൂടെ ശത്രുക്കൾ വരാൻ സാധ്യതയുണ്ട്, അത് മറികടന്നുകൊണ്ട്. അപ്പോൾ അവരെ നേരിടണം. ഇങ്ങനെ
താഴെ നിന്നും മുകളിൽ നിന്നും ശത്രുക്കൾ നിങ്ങളെ വലയം ചെയ്തപ്പം അല്ലാഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തി എന്ന കാര്യം സൂറത്തുൽ അഹ്സാബിൽ പറയുന്നുണ്ട്. അതിന് മുമ്പ് ദത്തുപുത്രൻ്റെ കാര്യം പറയുന്നുണ്ട്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇസ്ലാമിൽ ദത്തുപുത്രനുണ്ടോ ഇല്ല? നബിതങ്ങൾക്ക് ദത്തുപുത്രൻ ഉണ്ടായിരുന്നു, വളർത്തുമകൻ നബിതങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടതാണ് മദീനയിൽ. തങ്ങൾ ആ കുഞ്ഞിനെ സംരക്ഷിച്ചു. വലുതായപ്പം കുടുംബക്കാർ വന്ന് കണ്ടെത്തിയിട്ട് പോലും നബിതങ്ങൾ പറഞ്ഞു ഇഷ്ടമുള്ളത് തീരുമാനിച്ചോളാൻ പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച കുട്ടിയാണ് മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പം ദത്തുപുത്രൻ ഇസ്ലാമിൽ അനുവദനീയാണ്, വളർത്തുമകൻ. പക്ഷേ സ്വന്തം പുത്രനെ പോലെ ബയോളജിക്കൽ സൺ എന്നതുപോലെ ആക്കരുത്, ബയോളജിക്കൽ ചൈൽഡിനെ പോലെ ആക്കരുത്. മറിച്ച് അവരെ പിതാവിലേക്ക് തന്നെ അവരെ ചേർത്ത് പറയണം. ഉപ്പ് പോലെ അല്ല ഉപ്പിലിട്ടത് എന്നർത്ഥം. മകൻ വേറെ, വളർത്തു മകൻ വേറെ, അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് സമ്പത്ത് ചെലവഴിക്കാം, ജീവിതകാലത്ത് നന്നായിട്ട് കൊടുക്കാം, മരണശേഷം 3 അവർക്ക് വേണ്ടി വസിയത്ത് ചെയ്തു വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാമെന്നല്ലാതെ യഥാർത്ഥ മകൻ്റെ രീതിയിൽ കാണില്ല. കാരണം അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾ കണ്ടു, അങ്ങനെയൊക്കെ പറഞ്ഞു, നാളെ അവരൊരു കാര്യം തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അതിനെ ശരിയായ രീതിയിൽ സമീപിക്കലാണ് നീതിപൂർവമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വളർത്തുപുത്രനെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുണ്ടെന്നർത്ഥം. ഇത്രയേ ഉള്ളൂ. ഉദ്ഉഹും ലി ആബാഇഹിം, നിങ്ങൾ അവരവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് പറയണം, അതാണ് അതിൻ്റെ ശരി. എന്ന് മാത്രമല്ല, ഒരു സാഹചര്യം വന്നു, സെയ്ദ് റളിയല്ലാഹു അൻഹു ഭാര്യയുമായിട്ട് ഡൈവേഴ്സ് ആയപ്പം, വിവാഹമോചനം നടത്തേണ്ട സാഹചര്യം വന്നപ്പം സൈനബ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം ചെയ്തു. അപ്പം മകൻ വേറെ, വളർത്തു മകൻ വേറെ എന്നുള്ളത് ആ സംഭവത്തിലൂടെയും കൃത്യമായിട്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഓക്കെ, അപ്പം ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അല്ലാഹു തആല കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് തരട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.